ഇവൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് എന്റെ പടം റിവ്യൂ ചെയ്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഒരു നല്ല സിനിമ ഇറങ്ങുന്നു, എല്ലാവരും അത് നല്ല റിവ്യൂ ചെയ്യുമ്പോ ഞാൻ മാത്രം ആ സിനിമയെ മോശം റിവ്യൂ ചെയ്ത് നോക്കി, അതിന് സ്വാഭാവികമായിട്ട് റീച്ച് കൂടുതൽ കിട്ടില്ലേ? കിട്ടില്ലേ? അപ്പൊ റീച്ച് കൂടുതൽ കിട്ടുമ്പോ എന്ത് കിട്ടും? പൈസ കൂടുതൽ കിട്ടില്ലേ? പൈസക്ക് വേണ്ടിയല്ലേ ഇവിടെ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് നീ വിശ്വസിക്കണ്ട അവന്റെ റിവ്യൂ ആധികാരികാന്ന്. ഞാൻ നിന്നോട് ചോദിക്കണത്, നീ വിശ്വസിക്കണ്ട. പക്ഷെ അങ്ങനെ പറയുമ്പോ നമുക്ക് ഒരു പ്രൂഫ് ഇല്ലാത്തോടത്തോളം ആ പ്രൂഫ് എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് പ്രൂഫ്? ആദ്യം പോയി നല്ല പടം എടുക്കുക, അന്നേരം ഈ മറ്റുള്ള ഈ കിടന്ന് കാണിക്കുന്ന വേറിലെ കുറിച്ച് സ്വഭാവമൊക്കെ നിൽക്കും. പിന്നെ പുള്ളിക്ക് എടുത്ത് ഭയങ്കര വരല അവിടെ പുള്ളി എടുത്ത പടം എങ്ങനെയായിരുന്നു? അധികം ഒന്നും കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ പടങ്ങളൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് അവസാനം ഇറങ്ങിയ ഏതൊരു പടം, പിന്നെ കുറേ ഡബിൾ മീനിങ് ഉള്ളത്. നല്ല പടമാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ മോശം റിവ്യൂ വന്നാൽ തീർച്ചയായിട്ടും കൂടും. എന്ന് വെച്ചാൽ അത് ആ നല്ല പടത്തെ ഒരിക്കലും ബാധിക്കില്ല. ഈ മറ്റേ റിവ്യൂസൊക്കെ പറഞ്ഞ എല്ലാ പടങ്ങളും, നല്ലത് പറഞ്ഞ എല്ലാ പടവും വിജയിച്ചിട്ടില്ല, മോശം പറഞ്ഞ പടങ്ങളെല്ലാം വിജയിക്കാതിരുന്നിട്ടുമില്ല. ആദ്യം നല്ല പടം പോയി പിടിക്കുക, എന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അത് തന്നെ താങ്കളുടെ ഒരു ഫ്രണ്ട് അല്ലായിരുന്നു അശ്വന്ത് ഗോക്ക്, അങ്ങനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഷസാമിനോടാണ് പുള്ളിക്കന്ന് ഭയങ്കര കാര്യം. അതൊക്കെയാണ് എല്ലാ റിവ്യൂവറെ എത്ര നല്ല പടം പിടിച്ചോ. ഇതുപോലെ തന്നെയാണ് നെൽസൻ്റെ ബീസ്റ്റ് വന്നപ്പോൾ ഒരുപാട് കേരളം തമിഴ്നാട് അടക്കം ഒരുപാട് ആൾക്കാർ കിടന്ന് റിവ്യൂസ് കിടന്ന് ഒരുപാട് കിടന്ന് പുള്ളിനെ കൊന്നുകൂട്ടാം. പക്ഷെ അതേ വർഷം തന്നെ പുള്ളി ഇതിനെതിരെ ഒന്നും തിരിച്ചു പ്രതികരിക്കാനൊന്നും പോയില്ല. പുള്ളി ജയിലർ ഇറക്കി അതിനെ തിരുത്തി പറയിപ്പിച്ചു. അതുപോലെ താങ്കളുടെ പടം മോശം റിവ്യൂ പറഞ്ഞ രീതിയിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി പറയിപ്പിക്കണം. അത് താങ്കളുടെ മിടുക്കുപോലിരിക്കും. അല്ലാതെ എന്തോ ഒരു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുറേ തെറികൾ ആഡ് ചെയ്ത് കുറേ ഡബിൾ മീനിങ് കുത്തിക്കയറ്റിയ പടം നല്ലതാവില്ല. ഓർത്ത് വെച്ചോ. നല്ല പടം പിടിക്കും, എന്നിട്ട് ഈ കുറ്റം പറയാൻ നടക്കുക. അവരവരുടെ ജോലി ചെയ്ത് അവരുടെ റിവ്യൂവറാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരുടെ റിവ്യൂവർ. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിലാണെങ്കിലും അത് ഇന്ന് ഫേമസ് ആയവരൊന്നും വേണ്ട, മിക്ക ആൾക്കാരും അതില്ല. നിങ്ങളെ കമൻറ്റ് ബോക്സ് നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിൽ പോയി കമൻറ്റ് ബോക്സ് നോക്കുക. നിങ്ങളുടെ പടത്തിൻ്റെ നല്ല പടത്തിൻ്റെ ആണെങ്കിൽ നല്ലതെന്ന് അവർ പറയും, മോശം പടമാണെങ്കിൽ മോശം പടം എന്ന് പറയും. എന്നിരുന്നാലും നല്ല കോൺഫിഡൻറ്റ് ഇപ്പോൾ ഈ മലയാളികൾക്കാണ്, മലയാള നിർമ്മാതാക്കൾക്കാണ് ഈ കോൺഫിഡൻസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറവായിട്ടുണ്ട്. നല്ല പടമാണെങ്കിൽ തീർച്ചയായിട്ടും അവരിറക്കിയ പടം ഓടും എന്നുള്ള ഈ റിവ്യൂവേഴ്സിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല പടമാണ് തൻ്റെ ഉറപ്പുണ്ടെങ്കിൽ തന്നെ ആ പടം വിജയിക്കും. അല്ല റിവ്യൂസിൻ്റെ റിവ്യൂ ഇട്ടിട്ട് പടം പോയി എന്തെങ്കിലും പടം കഥ സെലക്ട് ചെയ്തോ, എത്ര ബഡ്ജറ്റ് ആവുമോ, അല്ല കഥ എങ്ങനെയാണോ, ക്യാരക്ടർ വിജയിച്ചാലോ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു പ്രൊഡ്യൂസറാണ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടുത്താൻ വേണ്ടിയാണ് ഈ റിവ്യൂവിൻ്റെ നേരേക്ക് ഈ പഴി കൊണ്ടുപോയി ചാർത്തുന്നത്. അപ്പോൾ നല്ല പടം ആദ്യം എടുക്കുക.